നമസ്കാരം. സ്കിൽ ബോർഡ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രായഭേദമന്യേ സ്കിൽ ബോർഡിലേക്കുള്ള അഡ്മിഷന്റെ തിരക്ക് വർദ്ധിച്ചു വരുന്നു. ഫുട്ബോൾ ആരാധകരുടെ ആവേശവും ജിജ്ഞാസയും തിരതല്ലുന്ന സമയത്ത് സ്കിൽ ബോർഡ് ഫാൻ ഷോ നടത്തി. എലൈഡർ സോഫ്റ്റ്വെയർ എക്സാമിൽ ഇത്തവണയും സ്കിൽ ബോർഡ് തന്നെ ഉന്നത വിജയം കൈവരിച്ചു. വാർത്തകൾ വിശദമായി. +2 ഡിഗ്രി കഴിഞ്ഞവർക്കും പഠനം പാതി വഴിയിൽ നിർത്തിയവർക്കും പ്രായമോ വിദ്യാഭ്യാസ യോഗ്യതയോ പ്രശ്നമല്ലാതെ ജോലി ലഭിക്കുന്നു എന്ന കാരണത്താൽ തന്നെ സ്കിൽ ബോർഡിലേക്കുള്ള അഡ്മിഷൻ വർദ്ധിച്ചു വരുന്നു. ഫുട്ബോൾ ആരാധകരുടെ ആവേശവും ജിജ്ഞാസയും വാനോളം ഉയർന്ന സാഹചര്യത്തിൽ സ്കിൽ ബോർഡ് ഫാൻ ഷോ സംഘടിപ്പിച്ചു. അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ തുടങ്ങിയ ലോകോത്തര ടീമുകളെ പ്രതിനിധീകരിച്ച് ആരാധകർ ആവേശം വിതറിയപ്പോൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഒപ്പത്തിനൊപ്പം സ്കിൽ ബോർഡ് താരങ്ങൾ അണിനിരന്നു. ഇന്റർനാഷണൽ കമ്പനിയായ ഡെയ്സ് ഗ്ലോബലിന്റെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആയ എലൈഡറിൽ ഇത്തവണയും സ്കിൽ ബോർഡ് സ്റ്റുഡൻസ് ഉന്നത വിജയം കൈവരിച്ചു. ലോകത്തിലെ തന്നെ പ്രമുഖ ERP സോഫ്റ്റ്വെയർ ആയ SAPയുടെ എക്സാം നടത്തി. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഫാർമസി, ബില്ലിംഗ് എന്നീ കോഴ്സുകൾ കഴിഞ്ഞ 7ഓളം വിദ്യാർത്ഥികൾ പ്രമുഖ ഹോസ്പിറ്റലുകളിൽ ഇന്റേൺഷിപ്പ് ആരംഭിച്ചു. 15 ദിവസം കൊണ്ട് 10ലധികം വിദ്യാർത്ഥികളെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ സാധിച്ചു എന്നതിൽ സ്കിൽ ബോർഡ് അഭിമാനിക്കുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.